SFI സമ്മേളനത്തിൽ ഞാൻ പങ്കെടുത്ത് അവരെ നിങ്ങൾ ഇതേ വഴിക്ക് തന്നെ മുന്നോട്ട് പോകണം എന്ന് പറഞ്ഞു എന്നതാണ് അദ്ദേഹത്തെ പ്രകോപിപ്പിച്ചതായിട്ട് കണ്ടത്. ശരിയാണത്, ഞാനത് പറഞ്ഞത് തന്നെയാണ്. എന്താ ഞാനത് പറഞ്ഞതിന് കാരണം, സർ, നമ്മുടെ കേരളത്തിൽ ഒരു വിദ്യാർത്ഥി സംഘടന എന്ന നിലക്ക് SFIക്കാണ് അവരുടെ സഹപ്രവർത്തകരുടെ വലിയ തോതിലുള്ള വിയോഗം അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളത്. അത് എതിർ സംഘടനകളിൽപ്പെട്ടവർ കൊല ചെയ്തതാണ്. അങ്ങനെ കൊല ചെയ്യപ്പെട്ട 35 സഖാക്കൾ, അതിൽ പ്രമേയ അവതാരകൻ മനസ്സിലാക്കേണ്ടത് അതിൽ 13 പേരെ കൊലപ്പെടുത്തിയതിൻ്റെ ഉത്തരവാദിത്വം രാഷ്ട്രീയമായി നിങ്ങൾക്കുള്ളതാണ്, നിങ്ങളെ സംഘടനയിൽപ്പെട്ടവരാണ്. ഇവിടെ ഒരു സംഭവം കാണേണ്ടത്, ഏറ്റവും ഒടുവിലുണ്ടായ ആ ധീരജ് സംഭവം, ഞാൻ അതിൻ്റെ മറ്റു വിശദാംശങ്ങളിലേക്കൊന്നും ഇപ്പോൾ പോകുന്നില്ല കേട്ടോ. അതിനൊന്നുമുള്ള ഒരു വേദിയാക്കിയിട്ട് ഞാൻ ഇതിനെ മാറ്റുന്നില്ല. പക്ഷേ ആ സംഭവം കഴിഞ്ഞപ്പോൾ ആ സംഭവം നടത്തിയ ആളുകളെ കുറിച്ച് നേരിയ തോതിലെങ്കിലും ഒരു കുറ്റപ്പെടുത്തുന്ന ഒരു വാക്കുണ്ടായി. എൻ്റെ കുട്ടികൾ എന്ന് പറഞ്ഞുകൊണ്ട് ചേർത്ത് പിടിക്കുന്ന നേതാവിനെയല്ലേ അങ്ങയോടൊപ്പം കണ്ടത്? അങ്ങ് പറഞ്ഞിട്ടില്ല, പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടില്ല, പക്ഷേ പറഞ്ഞില്ലേ ഉത്തരവാദപ്പെട്ട ആള് തന്നെ. അത്തരം ഒരു സമീപനാണോ സ്വീകരിക്കേണ്ടത്? അതുപോട്ടെ, ഞാൻ പറയാനിടയായത് എന്താണെന്നാണ് ഞാൻ പറയുന്നത്. ഇത്രയും 35 സഖാക്കൾ ജീവൻ വെടിയേണ്ടി വന്ന സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച SFIയുടെ ഭാഗത്ത് നിന്ന് SFI ആക്രമണം നടത്തിയതിൻ്റെ ഭാഗമായി ഏതെങ്കിലും ഒരാളുടെ ജീവൻ കലാലയത്തിൽ വെടിഞ്ഞുവെന്ന്, അങ്ങനെ ഉണ്ടായി എന്ന് ഒരു സംഭവവും പറയാനില്ല. അതാണ് പ്രത്യേകത. അതാണ് പ്രത്യേകത. അപ്പോ നിങ്ങൾ വലിയ സഹനശക്തിയുള്ളവരാണ്, അതാണത് കാണിക്കുന്നത്. അപ്പൊ ആ രീതി നിങ്ങൾ തുടരണം എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത്. മയക്കുമരുന്നുമായി ബന്ധമുള്ള പോലീസിലെ ചിലരെ സംബന്ധിച്ച് നേരത്തെ ചില വാർത്തകൾ വരികയും അതിന് ശക്തമായ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തത് നിങ്ങളെല്ലാവരുടെയും ശ്രദ്ധയിലുള്ളതാണ്. അതിലൊന്നും ഒരു വിട്ടുവീഴ്ചയും സർക്കാർ എന്ന നിലക്ക് കാണിക്കുന്നില്ല എന്നതാണ് വസ്തുത. ഇവിടെ ബഹുമാനായ മുനീർ ആ കുടുംബവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വികാരപരമായി തന്നെ അവതരിപ്പിച്ചു. ആ വികാരത്തോടൊപ്പം തന്നെയാണ് സർക്കാരും ഈ കേരളീയ സമൂഹവും നിൽക്കുന്നത്. ഒരു വ്യത്യാസവും ആർക്കും അതിലില്ല. അതിൽ DJ പാർട്ടിയെ കുറിച്ച് പറഞ്ഞു, മറ്റ് നടപടികളെ കുറിച്ച് പറഞ്ഞു. കേസിന്റെ അന്വേഷണവും കാര്യങ്ങളും പോലീസ് ഫലപ്രദമായി മുന്നോട്ട് കൊണ്ടുപോകും. അതിൽ നമ്മൾ ഇന്നയാളാണ് പ്രതിയെന്ന് മുൻകൂട്ടി നിശ്ചയിക്കേണ്ട, അന്വേഷണത്തിന്റെ ഭാഗമായി ശരിയായ പ്രതികളെ കണ്ടെത്തുന്ന നില സ്വീകരിച്ചു പോകാം. അതാണ് അതിൽ നമ്മൾ എടുക്കേണ്ടത്. ഇവിടെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ രീതിയിൽ ഈ നേച്ചർ ഓഫ് വയലൻസ് മാറുന്നു എന്ന് അദ്ദേഹം പറഞ്ഞല്ലോ. യഥാർത്ഥത്തിൽ നമ്മുടെ കുട്ടികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അത് ഗൗരവമായി നാം പരിശോധിക്കേണ്ട ഒന്ന് തന്നെയാണ്. കുട്ടികളിൽ വലിയ തോതിൽ അക്രമോത്സുകത വർദ്ധിച്ചു വരികയാണ്. ഇത്
നമ്മളൊരു വർത്തമാനത്തിൽ തീർക്കേണ്ടി ഒന്നല്ല, വിശദമായ അപഗ്രഥനം വേണ്ട ഒരു കാര്യമാണ്. എങ്ങനെയാണ് ഇതിനെ നേരിടാനാവുക എന്നത്. ഇപ്പൊ സമീപകാലത്തുണ്ടായിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ അതിനെ നല്ല ഗൗരവത്തോടെ തന്നെ നാം പൊതുവെ കാണേണ്ടതായിട്ടുണ്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ദേശീയവും അന്തർദേശീയവുമായ മാനങ്ങൾ ഉള്ളതുകൂടിയാണ് ഈ സംഭവം. ഇവിടെ നേരത്തെ സൂചിപ്പിച്ച സംഭവം 3-4 സംഭവങ്ങളുണ്ട്. ആ സംഭവങ്ങളിൽ കുറ്റകൃത്യങ്ങൾ എന്ന നിലക്കുള്ള നടപടികൾ പോലീസ് സ്വീകരിച്ചിട്ടുണ്ട്. ആ നടപടിയുടെ വിശദാംശങ്ങളിലേക്ക് ഇപ്പൊ ഞാൻ പോകേണ്ടതില്ല എന്നാണ് തോന്നുന്നത്. സ്വാഭാവികമായിട്ടുള്ള പോലീസ് നടപടികൾ അതിനകത്ത് സ്വീകരിച്ചിട്ടുണ്ട്. എന്നാൽ പലതും സാധാരണ പോലീസിങ്ങിന്റെ പരിധിക്ക് പുറത്തുള്ളതാണ് എന്നതും കാണാൻ നമുക്ക് കഴിയും. ഇതിനെ ഒറ്റപ്പെട്ട് പരിശോധിക്കേണ്ട ഒരു ഏകമുഖമായ കാര്യമായിട്ടല്ല കാണേണ്ടത്. പല മുഖങ്ങളും പല തലങ്ങളുമുള്ള ഒരു വിഷയമാണ്. അപ്പൊ നാം കാണേണ്ടത്, ഇന്ന് നമ്മൾ വിശദമായി ചർച്ച ചെയ്തു, ഈ ചർച്ചയോടെ ഇത് അവസാനിപ്പിക്കുകയല്ല വേണ്ടത്. അങ്ങനെ അവസാനിപ്പിക്കാൻ കഴിയുന്നൊരു വിഷയമല്ല ഇത്. അപ്പൊ അതീവ ഗൗരവമുള്ള ഒരു വിഷയം ആയി സർക്കാർ ഇതിനെ കാണുമ്പോൾ നമ്മുടെ പൊതുസമൂഹത്തിന്റെ വികാരം പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ടുള്ള നിലപാടും നടപടികളും വേണം. ഒരു ഭാഗം നിയമ നടപടിയാണ്, കുറ്റകൃത്യങ്ങൾ തടയുന്നതിനുള്ള നിയമ നടപടികൾ. അത് ഫലപ്രദമായി തന്നെ സർക്കാർ കൈക്കൊള്ളും. പക്ഷേ നാം കാണേണ്ടത്, ഇതൊരു കേവലമായ ക്രമസമാധാന പ്രശ്നം മാത്രമല്ല, അതിനപ്പുറത്താണ്. അതായത് സാമൂഹിക മാനമുള്ള അതിഗൗരവമായ വിഷയമാണ്. അപ്പോ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വ്യക്തിനിഷ്ഠമായ തലത്തിലേക്കോ രാഷ്ട്രീയ തലത്തിലേക്കോ ഇതിനെ ചുരുക്കി കാണാൻ പാടില്ല. നാം കാണേണ്ട ഒരു കാര്യം, കുട്ടികളിലുണ്ടാകുന്ന ആക്രമോത്സുകത ലോകമാകെ ചർച്ച ചെയ്യപ്പെടുന്ന കാലമാണ്. ഇപ്പൊ അമേരിക്കയിലെ കൊളറാഡോയിൽ കൊളംബിയ ഹൈസ്കൂളിൽ ഒരു 12ാം ക്ലാസ് വിദ്യാർത്ഥി 1999 12 സഹപാഠികളെയും ഒരു ടീച്ചറെയും വെടിവെച്ചു വന്നത്. 21 കുട്ടികൾക്ക് അന്ന് ഗുരുതരമായി പരിക്കേറ്റു. ഏതാണ്ട് അതുമുതൽക്ക് ഇങ്ങോട്ട് ഈ സ്വഭാവത്തിലുള്ള ആക്രമണങ്ങളും ഇതിനെ നേരിടേണ്ടത് എങ്ങനെയെന്നതും ആ ചർച്ച ലോകവ്യാപകമായി തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. 2007 ഏപ്രിലാണ് വെർജീനിയയിലെ ബ്ലക്സ്ബറിയിലും ഏകദേശം ഇതിന് തുല്യമായ സംഭവം ഉണ്ടായത്. അതിനുശേഷം ന്യൂടൗൺ, ടെക്സാസ്, ഫ്ലോറിഡ, റെഡ് ലേക്ക്, ഇങ്ങനെ പല സ്ഥലങ്ങളിൽ കുട്ടികളെ കൊല്ലുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതിൽ ചിലയിടത്ത് 1-2 പേര്, മുതിർന്ന 1-2 പേര് വന്ന് വെടിവെച്ച സംഭവം ഉണ്ടായി. പക്ഷേ പല സ്കൂളിലും വിദ്യാർത്ഥികൾ തന്നെയാണ് കടാരയും തോക്കുകളും ഉപയോഗിച്ച് സഹപാഠികളെ കൊന്നത്. അവിടെയെല്ലാം 28ഉം 22ഉം 17ഉം ഒക്കെ കുട്ടികളാണ് പടഞ്ഞു വീണ് മരിച്ചത്. ഇങ്ങനെയൊരു തുടർ പരമ്പര ഉണ്ടായപ്പോഴാണ് ലോകമാകെ ഉയർന്നുകൊണ്ട് ഈ പ്രശ്നം കൈകാര്യം ചെയ്തു. ലോകം തന്നെ ചർച്ചക്കെടുത്തു. ഐക്യരാഷ്ട്രസഭ പോലും ഒരു ആഗോള പ്രതിഭാസമായി കുട്ടികളുടെ അക്രമോപാസന വളരുന്നതിനെ കുറിച്ച് ഉത്കണ്ഠ രേഖപ്പെടുന്ന നിലയിലേക്ക് എത്തി. ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ
ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടാവുന്നു എന്നത് കേരളത്തിൽ ഇതുണ്ടാവുന്നതിനുള്ള ന്യായീകരണമല്ല.